അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ സഹാബാക്കളും ഒരു സഭയിലിരിക്കുകയായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് നല്ല വെള്ള വസ്ത്രങ്ങളിട്ട് നല്ല കറുകറുത്ത മുടിയുമായി വരുന്ന ഒരാളെ കണ്ടു. സഹാബാക്കൾക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു ആശ്ചര്യം തോന്നി. കാരണം ഇതുവരെ അവർക്കിടയിൽ കാണാത്ത ഒരാളും എന്നാൽ യാത്രയുടെ ഒരു ക്ഷീണവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അവിടേക്ക് വന്നിരുന്നത്. ആ വ്യക്തി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വളരെ അടുപ്പമുള്ള രീതിയിൽ ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഈ ഈമാനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ആദ്യം ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയാവുന്ന 5 ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് പറയുകയും പിന്നെ അതിനുശേഷം ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും നമ്മൾക്കറിയാവുന്ന 6 ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ഓരോ കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം പറയുമ്പോൾ അദ്ദേഹം സദഖ്ത, നീ ശരിയാണ് പറഞ്ഞതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. സഹാബാക്കൾക്ക് ഇത് ആശ്ചര്യമായി. അദ്ദേഹം തന്നെ ചോദ്യം ചോദിക്കുകയും അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുമ്പോൾ അദ്ദേഹം അതിന് ശരിയാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവസാനം ഇതിന് ശേഷം ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അതായത് നീ അള്ളാഹുവിനെ അള്ളാഹു തആല നിൻ്റെ മുമ്പിൽ ഉള്ളതുപോലെ നീ അള്ളാഹുവിനെ ആരാധിക്കുന്നതാണ് ഇഹ്സാൻ. അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന് നിന്നെ കാണാൻ സാധിക്കും എന്നുള്ള വിചാരത്തോടു കൂടി ആരാധിക്കുന്നതാണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതിനുശേഷം അദ്ദേഹം ആ വ്യക്തി പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ വന്നിരിക്കുന്നത് ജിബ്രീലാണ്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത് വരികയും അദ്ദേഹത്തിൻ്റെ ഈ ഓരോ ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഓരോ മതചോദ്യങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാം അത് സത്യമാണെന്ന് പറയുകയും ചെയ്യും. നമ്മൾ പലപ്പോഴായിട്ടും നമ്മുടെ മദ്രസകളിലും അതോടൊപ്പം തന്നെ മറ്റ് പഠനങ്ങളിലും നോക്കുമ്പോൾ നമുക്ക് ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചും ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുള്ളവരാണ്. നമ്മൾ 5 ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നു, 6 ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇഹ്സാനെ കുറിച്ച് എന്താണെന്ന് ആലോചിക്കുന്നില്ല. എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് വെച്ചാൽ അള്ളാഹു തആലയോട് ആ ഹദീസിൽ പറയുന്ന പോലെ തന്നെ അള്ളാഹു നമ്മുടെ മുന്നിൽ എങ്ങനെയാണുള്ളത് ആ രീതിയിൽ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക. നമ്മൾക്ക് ഫർളായ കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് അതിനപ്പുറമായിക്കൊണ്ട് സുന്നത്തുകളും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നമ്മൾ ആരാധന ഏറ്റവും കൂടുതൽ സമ്പൂർണ്ണമാക്കുക എന്നുള്ളതാണ് ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആരാധനകളെ 3 തട്ടുകളായിട്ട് നമുക്ക് വിഭജിച്ചതായി കാണാം. ഒന്നാമത്തെ തട്ടാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് നമ്മൾ 5 കാര്യങ്ങൾ ഷഹാദത്ത് കലിമ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങളാണിത്. അത് ചെയ്യുമ്പോൾ നമ്മളൊരു മുസ്ലിമായി. പിന്നെ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ കാര്യങ്ങൾ, ആ 6 കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് അകമേ ഉള്ളതാണ്. നമുക്ക് പുറത്താരെയും അത് കാണിക്കാൻ പറ്റില്ല. അത് അള്ളാഹുവിൽ നമ്മളും തമ്മിലുള്ള ഒരു ഇടപാടാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു മുഅ്മിനായി മാറുന്നത്. പിന്നെ അവസാനം വരുന്നതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഏറ്റവും കൂടുതൽ ആയിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ഇനി നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് ഒന്ന് ചടപ്പ് തോന്നാത്ത രീതിയിൽ അള്ളാഹുവിനോട് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുഹ്സിനുകൾ എന്ന രീതിയിൽ അറിയപ്പെടും. ആരാധനയുടെ ഏറ്റവും സമ്പൂർണ്ണമായ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനാണ് അള്ളാഹു തആല പറയുന്നത്. കാരണം അള്ളാഹു തആല ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതിയും ഇഹ്സാനും കൊണ്ട് അള്ളാഹു നമ്മളെ കൽപ്പിക്കുന്നു. സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ നമുക്ക് നേരിൽ കാണുമ്പോൾ അപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ പ്രവർത്തനത്തെ ഏറ്റവും കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കും. നമ്മൾ ചെയ്യാൻ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഉപരിയായിക്കൊണ്ട് ആ പ്രവർത്തനത്തെ ഏറ്റവും പെർഫെക്റ്റ് ആക്കുകയും ഏറ്റവും സമ്പൂർണ്ണമാക്കാനും ശ്രമിക്കും. ഇത് തന്നെയാണ് ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മുന്നിൽ അള്ളാഹു എപ്പോഴും ഉണ്ട്.
അല്ലെങ്കിൽ അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാണും എന്നുള്ള ആലോചനയോട് കൂടി നമ്മൾ ആരാധനയെ ഏറ്റവും കൂടുതൽ നന്നാക്കുക എന്നുള്ളതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ സുന്നത്തുകളും ഫർളുകളും അതോടൊപ്പം തന്നെ ദിക്റുകളും ദുആകളെല്ലാം അധികരിപ്പിക്കുന്നതാണ് പറയുന്നത്. ഇബ്നു റജബ് ഹംബലി തൻ്റെ പുസ്തകമായിട്ടുള്ള ജാമിൽ ഉലൂമിൽ അൽ ഹിക്കം വൽ ഹിക്കം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ഇഹ്സാൻ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 2 രീതിയിലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് മുഷാഹബയുടെ തട്ടിലും അതോടൊപ്പം തന്നെ മുറാഖബയുടെ തട്ടിലുമായിട്ട്. മുഷാഹബ എന്ന് പറയുന്ന തട്ടാണ് നമ്മൾ ഫസ്റ്റ് ആദ്യത്തിൽ കണ്ടിരിക്കുന്നത്. അതായത് അള്ളാഹു നമ്മുടെ മുന്നിലുണ്ട്, നമുക്ക് അള്ളാഹുവിൻ്റെ ആ സാന്നിധ്യം മുന്നിൽ അറിയാൻ പറ്റും എന്നുള്ള രീതിയിലായിട്ട് നമ്മൾ ആരാധിക്കുക. ഇതാണ് ഇഹ്സാനിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തട്ടെന്ന് പറയുന്നത്. അതിന് താഴെയാണ് മുറാഖബ എന്ന് പറയുന്ന തട്ട് വരുന്നത്. അതായത് അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, നമുക്ക് അള്ളാഹുവിൻ്റെ അറിയുന്നില്ലെങ്കിൽ പോലും അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്ന പോലെ നമുക്ക് ആരാധിക്കാൻ പറ്റിയില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ നന്നാക്കുകയും നമുക്ക് നിരോധിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ഒഴിവാകുന്നതാണ് എന്ന് പറയുന്നത്. നമ്മൾ ആരാധനയുടെ ഏറ്റവും മുകളിലുള്ള തട്ടിലെത്താൻ വേണ്ടി അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.